എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 1981 സൗദി അറേബ്യയിലെ റിയാദിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് നാദക്. നാദക് എന്ന് പറയുമ്പോൾ നാഷണൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനി എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ നെയിം വരുന്നത്. സൗദി അറേബ്യയിലെ റിയാദിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതൊരു സൗദി കമ്പനി ആണെങ്കിൽ പോലും സൗദിയിൽ വർക്ക് ചെയ്തവർക്കാണെങ്കിലും UAE മറ്റ് GCCയിൽ വർക്ക് ചെയ്തവർക്കൊക്കെ പരിചയമുള്ള ഒരു കമ്പനിയാണ് നാദക്. ഒരുപാട് ഡയറി പ്രൊഡക്റ്റ് ഇവർക്ക് കീഴിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസിയാണ്. യാതൊരു തരത്തിലുള്ള ഏജൻസി ഫീയോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. കുറച്ചധികം വേക്കൻസികളുണ്ട്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സൗദി അറേബ്യയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു മാർഗം നിങ്ങൾ അപേക്ഷിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനി നാദക്. ഈ ഒരു കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഫുഡ് പാക്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ്. പാക്കിംഗ് സ്റ്റാഫായിട്ട് GCC എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 38 വയസ്സ് വരെയാണ് പ്രായപരിധി. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അപ്പൊ സൗദി ഹെവി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മേഖലയിൽ ഡ്രൈവറായിട്ട് ഗൾഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതും അതിനർത്ഥമുണ്ട്. ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല. സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. മറ്റു കാര്യങ്ങളൊന്നും കമ്പനിയുടെ മെൻഷൻ ചെയ്തിട്ടില്ല. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ്. GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ആ ഒരു മേഖലയിൽ ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 42 വയസ്സ് വരെയാണ് പ്രായപരിധി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി പ്ലംബർ പോസ്റ്റിലേക്കാണ്. ഇലക്ട്രീഷ്യൻ പോസ്റ്റിന്റെ കാര്യം അതേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ള 42 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അല്ലാത്തവരെ ഈ ഒരു വേക്കൻസികളിലൊക്കെ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി ലേബർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഈ ലേബർ എന്നൊരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, പിക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ലോഡിങ് അൺലോഡിങ്ങിൽ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പോസ്റ്റാണ് ലേബർ. സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപേക്ഷിച്ചാൽ മതി. കാരണം അത്യാവശ്യം വർക്ക് ലോഡ് ഉള്ള ഒരു വേക്കൻസിയാണ്. കാരണം പാക്കിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. ചിലപ്പോൾ ലോഡിങ് അൺലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ആ ഒരു മാർഗത്തിൽ അപേക്ഷിക്കുക. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ്. സെക്യൂരിറ്റി ഗാർഡായിട്ട് സൗദി അറേബ്യയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 40 വയസ്സ് വരെയാണ് പ്രായപരിധി. ലാംഗ്വേജ് നന്നായിട്ട് അറിയണം. ഇംഗ്ലീഷ് അല്ല, അറബിക് സംസാരിക്കാൻ, പറയുന്നത് മനസ്സിലാക്കാൻ, അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകളെയാണ് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കും പരിഗണിക്കുന്നത്. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയും വേക്കൻസികളാണ് നാദക് കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ളത്. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. കമ്പനി വിസയാണ് ഉണ്ടാവുക. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് വിസക്ക് ഉണ്ടാവുകയില്ല. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് ഭക്ഷണവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങും മറ്റു ഡെവലപ്മെന്റ് കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇയർലി ബോണസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിംഗ് വർക്ക് എൻവിറോൺമെന്റും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതേപോലെ കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. മികച്ചൊരു അവസരം തന്നെയാണ് നാദക് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇമെയിൽ ID CV അയച്ചു കൊടുക്കുമ്പോൾ CV മാത്രം പോരാ, അതൊരു ATS ഫ്രണ്ട്ലി CV ആയിരിക്കണം. കൂടാതെ കവർ ലെറ്ററും ഉണ്ടായിരിക്കണം.
ഇമെയിലിലേക്ക് നിങ്ങൾ CV അയച്ചു കൊടുക്കുമ്പോൾ, കവർ ലെറ്റർ അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞിട്ടുള്ള ഏത് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ CV അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്.